ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ SIT പരിശോധനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ SIT തേടുന്നതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ തന്നെ SIT നൽകാൻ പോകുന്നു. തിങ്കളാഴ്ചയോടെ കസ്റ്റഡി അപേക്ഷ നൽകും. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുക എന്നതാണ് ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ചെങ്ങന്നൂരിലേക്ക് എത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ, അദ്ദേഹം മൗനാനുവാദം നൽകി ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ള തരത്തിലേക്കുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിലേക്ക് SIT എത്തിയിരിക്കുന്നത്. ഈ സംഘത്തിൽപ്പെട്ട ആരൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ അശ്വിൻ? അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വാഹനത്തിൽ SITയുടെ സംഘം, അതിന് മുന്നിലും പിറകിലുമായി ലോക്കൽ പോലീസിൻ്റെ അടക്കം അകമ്പടിയോടുകൂടിയാണ് ഈ സംഘം എത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മകളുടെയും അമ്മയുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിലടക്കം ഈ ഇദ്ദേഹം തന്ത്രി കണ്ഠരര് രാജീവരർ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനയായിരിക്കും പ്രധാനമായും ഇവിടെ നടക്കുക. ശബരിമലയിൽ നിന്ന് എത്തിച്ച എന്തെങ്കിലും വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളടക്കം ഈ വീട്ടിലുണ്ടോ എന്നതൊക്കെയായും പരിശോധിക്കുക. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധം അത് കൂടുതൽ ആഴത്തിൽ അറിയുക എന്നുള്ളതുകൂടി ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും SIT ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിൽ ഈ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യവും ബന്ധുക്കളിൽ നിന്ന് ചോദിച്ചറിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഈ അറസ്റ്റിന് ശേഷം ബന്ധുക്കളൊന്നും പരസ്യമായൊരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അവർ പറയുന്നത് അദ്ദേഹത്തിന്, അതായത് തന്ത്രിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ അതൊരു പരസ്യ പ്രതികരണമായി പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ പോലും ഇതിൽ കൃത്യമായ ഗൂഢാലോചന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇതിൽ നടക്കുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ശരി അശ്വിൻ, ഏതായാലും പ്രധാനപ്പെട്ട ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ SIT പരിശോധന നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.